+1 എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് നമ്മളുടെ ഫിഷസിൻ്റെ. ഓക്കെ, ഈ കോൺട്രിക്ടൈസിൻ്റെയും ഓസ്റ്റിക്ടൈസിൻ്റെയും കമ്പാരിസൺ. അപ്പോൾ എന്താണ് ഈ കോൺട്രിക്ടൈസ്, എന്താണ് ഈ ഓസ്റ്റിക്ടൈസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അല്ലേ. നമ്മളുടെ പീസസിൽ തന്നെയുള്ള 2 ക്ലാസ്സാണ് ഈ ഓസ്റ്റിക്ടൈസും കോൺട്രിക്ടൈസും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇവരുടെ ഡിഫറൻസസ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട കാര്യം ഇത് രണ്ടും എന്താണ്, ക്ലാസ് ആണ്. ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. അപ്പോൾ ഇത് കുറേ പേർക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണ് ഇത്രയും ഡിഫറൻസസ് ഓർത്തിരിക്കുക എന്നുള്ളത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ എൻഡോസ്കെലട്ടൺ ബോണിയാണ്, ബോൺസ് കൊണ്ടാണ്. വേറൊരു ഗ്രൂപ്പിൻ്റെ എന്താണ്, കാർട്ടിലേജിനസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടേ, ഇവിടെ ആദ്യം തന്നെ ഒരു സി, കോൺട്രിക്ടൈസ്. കോൺട്രിക്ടൈസ് എന്ന് പറയുമ്പം ആ ക്ലാസിൻ്റെ ബോൺ, ഓക്കെ, അവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു സി ആണ്, കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. ഓക്കെ, കാർട്ടിലേജിനസ് ആണ് ഇവരുടെ എൻഡോസ്കെലട്ടൺ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളുടെ ഓസ്റ്റിക്ടൈസിൻ്റെ വരുന്നത്. ഓസ്റ്റിക്ടൈസിൻ്റെ എൻഡോസ്കെലട്ടൺ എന്ന് പറയുന്നത് ബോണിയാണ്. ഇവരുടെ എൻഡോസ്കെലട്ടൺ ഇസ് ബോണി എൻഡോസ്കെലട്ടൺ ആണ്. അപ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇവരുടെ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇവരുടെ സ്കെയിൽസ്. ഇവരുടെ ബോഡിയിൽ എങ്ങനെയാണ് ഈ സ്കെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇതിൽ നമ്മളുടെ ഓസ്റ്റിക്ടൈസിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ഈ കോര എന്നൊക്കെ പറയുന്നൊരു ഫിഷൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, നമ്മളുടെ ഓസ്റ്റിക്ടൈസ് ആണ്. അപ്പോൾ ഇവരുടെ ബോഡിയിലാണ് നമ്മൾ ഈ കുഞ്ഞിലാകുമ്പോൾ നമ്മൾ ഇവരുടെ ഫിഷസിന് എങ്ങനെയാണ് വരയ്ക്കുക, ഇവരുടെ സ്കെയിൽസ് ഇങ്ങനെ നമ്മളൊരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സ്കെയിൽസ് വരയ്ക്കും അല്ലേ. ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് ആർക്കുള്ളത്, നമ്മളുടെ ഓസ്റ്റിക്ടൈസിനുള്ളത്. ഈ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ് കോൾഡ് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽ. സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ പോലെ, സൈക്കിൾ എന്താ ചെയ്യുക, ഇങ്ങനെ കറങ്ങി വരും അല്ലേ. അതേപോലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോലെ വരുന്നതാണ് നമ്മളുടെ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽ. നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ഗ്രൂപ്പിൽ എന്താണ്, പ്ലാക്കോയിഡ് സ്കെയിൽ. സൈക്കിൾ ഇങ്ങനെ കറങ്ങില്ലേ, അതേപോലെ നമ്മളിത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരികയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് സ്കെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി നമ്മൾ പറയും ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫിഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മത്തീനെ എടുത്താൽ മതി, നമുക്ക് മത്തി എപ്പോഴും കിട്ടുന്നതാണല്ലോ. മത്തീനെ എടുത്തിട്ട് മത്തീനെ ഇങ്ങനെ ഒന്ന് വളച്ച് നോക്കും, നല്ല ഈസി ആയിട്ട് വളയും. കാരണം എന്താ, ഫ്ലെക്സിബിൾ ആണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ സൈക്ലോയിഡ് സ്കെയിൽസ്. പക്ഷേ ഇവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷാർക്ക് എന്താണ്, ഷാർക്ക് എന്ന് പറയുന്നത് കോൺട്രിക്ടൈസ് ആണ്. ഓക്കെ, എൻഡോസ്കെലട്ടൺ കാർട്ടിലേജിനസ് ആണ്. അതുപോലെ നമ്മളുടെ തിരണ്ടി എന്നൊക്കെ പറയുന്ന ആ ഫിഷൊക്കെ ഇല്ലേ, അത്. അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലോയിഡ് അല്ല, പ്ലാക്കോയിഡ് സ്കെയിലാണ്. ഇങ്ങനെ ഒരു ഹോണി ആയിട്ടുള്ള ഇവരുടെ ബോഡി നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചിലപ്പോൾ മുറിയാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയും ഹാർഡായിട്ടുള്ള സ്കെയിൽസ് ആണ്. അതിന് ഇവരുടെ ബോഡി ഫ്ലെക്സിബിൾ അല്ല. കുറച്ചിങ്ങനെ വളച്ച് നോക്കിക്കഴിഞ്ഞാലൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവരുടെ രണ്ടാമത്തെ ഡിഫറൻസ്. പിന്നെ വരുന്നതാണ് നമുക്ക് ഇവർ ഈസി ആയിട്ട് നോക്കിയാൽ കിട്ടുന്നത് ഇവരുടെ മൗത്തിൻ്റെ പൊസിഷൻ. അപ്പം മൗത്തിൻ്റെ പൊസിഷനാണ് ഇവരുടെ മൂന്നാമത്തത്, മൗത്തിൻ്റെ പൊസിഷൻ. ഓക്കെ, ഇവരുടെ മൗത്ത് നിങ്ങളിതേ നോക്കിക്കേ. ഇതിൽ മൗത്ത് എവിടെയാണ് കാണുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് അതിൻ്റെ മൗത്ത് കാണാൻ പറ്റുന്നത്, ഈ ഒരു ഫിഷിൻ്റെ മൗത്ത് ഇവിടെ എവിടെയാണ് കാണുന്നത്, ടെർമിനൽ സൈഡിലാണ് കാണുന്നത് അല്ലേ, ടിപ്പിലാണ് കാണുന്നത്. പക്ഷെ നമ്മളുടെ ഷാർക്കിൻ്റെ മൗത്ത് എവിടെയാണ്, താഴെയാണ് കാണുന്നത് അല്ലേ. ഇവിടെ വെൻട്രൽ സൈഡ് നമുക്കറിയാം, ദിസ് ഇസ് വെൻട്രൽ സൈഡ് ആൻഡ് ദിസ് ഇസ് ഡോർസൽ സൈഡ്. ഇവിടെ ഷാർക്കിൻ്റെ കേസിൽ അവരുടെ വെൻട്രൽ സൈഡിലാണ് മൗത്ത്. പക്ഷേ നമ്മളുടെ കാട്ടില ഫിഷിൻ്റെ കേസിലാണെങ്കിലോ, ഓസ്റ്റിക്ടൈസിൻ്റെ കേസിലാണെങ്കിലോ ടെർമിനൽ. നമ്മൾ കടൽ കുതിരയുടെ ഒക്കെ മൗത്ത് ഒന്ന് ആലോചിച്ചാൽ മതി, ടെർമിനലാണ്. സോ ഇവിടെ മൗത്ത് എന്താണ്, ടെർമിനൽ പൊസിഷനാണ്. നമ്മളുടെ കോൺട്രിക്ടൈസിൻ്റെ ആണെങ്കിലോ വെൻട്രൽ പൊസിഷനാണ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വെൻട്രലിലാണ് ഇവരുടെ പൊസിഷൻ, ഇവരുടേത് ടെർമിനലാണ്. ഇനി നമ്മൾ ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഷിന് നിങ്ങൾക്ക് ഇവിടെ ഒരു കവറിങ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഹിയർ ഇസ് എ കവറിങ്, ഗിൽസിനൊരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർക്കുലം എന്ന് പറയുന്നത്. സോ കവറിങ് ഓഫ് ഗിൽസ് ആണ് ഓപ്പർക്കുലം. ഇവിടെ എന്തുണ്ട്, ഓപ്പർക്കുലം പ്രസൻ്റ് ആണ്.
ഇനി നമുക്ക് നമ്മളുടെ ആ ഷാർക്കിന് ഇതേപോലെ ഓപ്പർക്കുലം ഉണ്ടോ നോക്കാം. ഷാർക്കിനെ നോക്കിക്ക് ഇവിടെ ഇതവരുടെ ഗിൽസ് ഉണ്ട് അല്ലേ, ഈ ഗിൽസിന് കവറിങ് എന്തെങ്കിലും ഉണ്ടോ? നോ, ഓപ്പർക്കുലം എന്താണ്? ആബ്സെൻ്റ് ആണ്. സോ ഹിയർ ഓപ്പർക്കുലം ആബ്സെൻ്റ്. ഓപ്പർക്കുലം ആബ്സെൻ്റ്. ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഇനിയുള്ളൊരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇതാണ് നമ്മളുടെ ഓസ്റ്റിക്തൈസ് ആണ്, ബോണി ഫിഷ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടാവും. ദേ ഇത് ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫിഷിനെ മുറിക്കുമ്പോൾ നോക്കിയാൽ മതി, ഒരു എയർ ഫിൽഡ് ക്യാവിറ്റി. നമ്മൾ മത്തീനെയൊക്കെ മുറിക്കുന്ന സമയത്ത് അമ്മേനൊന്ന് പോയി നോക്കി നിന്നാൽ മനസ്സിലാവും, ഒരു എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ലൈക്ക് ക്യാവിറ്റി ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആർക്കേ ഉണ്ടാവുള്ളൂ, നമ്മളുടെ ഓസ്റ്റിക്തൈസിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ട് തന്നെ എയർ ഇങ്ങനെ ഫില്ലായി കിടക്കും അല്ലേ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഇങ്ങനെ നീന്തിയിട്ടില്ലെങ്കിലും സ്വിം ചെയ്തിട്ടില്ലെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. പക്ഷെ നമ്മളുടെ ഷാർക്കിന് അങ്ങനെ ഇല്ല, നമ്മളുടെ കോൺട്രിക്ടൈസിന് അതില്ല. അതുകൊണ്ട് അവർ സ്വിം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം സിങ്ക് ചെയ്യും, അവർ താഴെ പോവും. ഓക്കെ, സോ എയർ ബ്ലാഡർ ആർക്കുണ്ട്? ഇവർക്കുണ്ട്. എയർ ബ്ലാഡർ പ്രസൻറ്റ്. എയർ ബ്ലാഡർ പ്രസൻറ്റ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ എയർ ബ്ലാഡർ ആബ്സെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം ഇവരെന്താണ്, ഇവർ എന്തായാലും എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്. ഇവരെ നമുക്ക് വേറെ ഫ്രഷ് വാട്ടറിലൊന്നും കാണാൻ പറ്റില്ല. സോ ഹിയർ ദേ ആർ എക്സ്ക്ലൂസീവ്ലി മെറൈൻ. എക്സ്ക്ലൂസീവ്ലി മെറൈൻ. ഓക്കെ, ഇവരാണെങ്കിലോ മെറൈനും ഉണ്ട്, അതുപോലെ ഫ്രഷ് വാട്ടറും ഉണ്ട്. മെറൈനും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കോൺട്രിക്ടൈസിൻ്റെയും ഓസ്റ്റിക്ടൈസിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അവരുടെ തന്നെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മളുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്കെയിൽസ്, അവരുടെ ഓപ്പർക്കുലം, എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ ഇതേ കാണാത്തവർക്കാണ് ഇവിടെ നമ്മളുടെ എയർ ബ്ലാഡർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്? നമ്മളിവിടെ ടോട്ടലായിട്ട് 5 ഡിഫറൻസ് എഴുതിയിട്ടുണ്ട്. അല്ല 5 അല്ല 6 ഡിഫറൻസസ് എഴുതിയിട്ടുണ്ട്. അതിൽ ചില കേസിൽ മാത്രമേ ഡിസ്റ്റിങ്വിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു 3 മാർക്കിനൊക്കെ ചോദിക്കും, ചില സമയത്ത് 2 മാർക്കിനായിരിക്കും. അപ്പോൾ മാർക്ക് അനുസരിച്ച് പോയിൻറ്റ്സ് എഴുതാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഈ ഒരു പീസസിൻ്റെ ക്ലാസിഫിക്കേഷൻ, കോൺട്രിക്ടൈസ്, ഓസ്റ്റിക്ടൈസ്. ഓക്കെ.